തയ്യാറായിരിക്കൂ എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വളരെ സിമ്പിളാണ് ഇത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. തയ്യാറായിരിക്കൂ, ബി റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറായിരിക്കൂ എന്നാണ്. നമുക്ക് ഈ ബി പ്ലസ് അഡ്ജക്റ്റീവ് ആണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. ബി പ്ലസ് അഡ്ജക്റ്റീവ്, ബി ആണ് വെർബായിട്ട് വരിക. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ എല്ലാ വെർബിൻ്റെയും ഒരു മൂലരൂപമാണ്. ബി പ്ലസ് അഡ്ജക്റ്റീവ്, ബിയോട് കൂടെ അഡ്ജക്റ്റീവ്സ് ഏത് ചേർത്താലും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. തേർഡ് ടൈപ്പ് ഓഫ് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ, ഉദാഹരണത്തിന് ബിയോട് കൂടി സ്മാർട്ട് എന്ന് ചേർത്തു. ബി സ്മാർട്ട്, സ്മാർട്ടായിരിക്കൂ. ബി അറ്റൻറ്റീവ്, ശ്രദ്ധിച്ചിരിക്കൂ. ബി കെയർഫുൾ, ജാഗ്രതയോടെ ഇരിക്കൂ. ബി ആക്റ്റീവ്, ആക്റ്റീവായിരിക്കൂ. ബി ഹാപ്പി, സന്തോഷമായിരിക്കൂ. ബി സ്റ്റുഡിയസ്, നല്ല പഠിക്കുന്ന ആളായിരിക്കൂ. ബി അലോൺ, തനിയെ ഇരിക്കൂ. ബി ഇൻ ലൈൻ, ലൈനിലായിരിക്കൂ അല്ലെങ്കിൽ ക്യൂബിലായിരിക്കൂ. ബി ഇമാജിനേറ്റീവ്, ഭാവനാസമ്പന്നായിരിക്കൂ. നമുക്ക് ഒരാളോട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസുകളാണ്. ഓക്കെ, ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസിനോട് പറയലുണ്ട്, ബി റെഡി, ബി സൈലൻറ്റ്, ബി ക്വയറ്റ്, ഇങ്ങനെയൊക്കെ പറയലുണ്ട്. ഇതൊക്കെ ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ തന്നെയാണ്. ഓക്കെ, വളരെ സിമ്പിൾ കൺസ്ട്രക്ഷൻ. ബി വരുന്നു വെർബായിട്ട്, അതിനോടുകൂടി അഡ്ജക്റ്റീവ് ചേർക്കുക. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കൂ, ആയിരിക്കുക എന്നൊക്കെയാണ്. ഇവിടെ ഈ അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് 8 ഉണ്ട്. അതിലൊരെണ്ണമാണ് നാമവിശേഷണം എന്നൊക്കെ പറയും. പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് ധാരണയില്ലാത്തവർ അടുത്തൊരു വീഡിയോ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ്.